നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധമാണിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ഇറാനിലെ സൈനിക മേധാവികളെ പോലും ഇസ്രായേൽ പരലോകത്തേക്ക് അയക്കുന്ന സാഹചര്യമാണിപ്പോൾ. 4 ദിവസം മുൻപ് മാത്രം നിയമിതനായ ഇറാന്റെ പുതിയ സൈനിക കമാൻഡറും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുൻ മേധാവിയുമായിരുന്ന മേജർ ജനറൽ അലി ഷദ്മാനിയെ വധിച്ചതായും ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിലാണ് ഷദ്മാനി കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് മുൻ മേധാവി മേജർ ജനറൽ ഗുലാം അലി നഷീദിനെ വധിച്ചത്. പിന്നാലെയാണ് ഖദം അൽ അൽബിയ സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സ് മേധാവിയായി മേജർ ജനറൽ അലി ഷദ്മാനിയെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനി നിയമിച്ചത്. ഇറാന്റെ വാർ ടൈം ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതല ഏറ്റെടുത്ത അലി ഷദ്മാനിയാണ് ഇറാന്റെ ആക്രമണ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതെന്നും യുദ്ധപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നതെന്നും IDF പറഞ്ഞു. എന്നാൽ ഇതിനിടയിലും ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ ഔപചാരികമായി സോഷ്യൽ മീഡിയയിലൂടെ അപലപിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. സോഷ്യൽ മീഡിയയിൽ പാക് പ്രധാനമന്ത്രിയെ വാരി അലക്കുകയാണ്. ഷഹബാസ് ഷെരീഫിന് പറ്റിയ നാക്കുപിഴയാണ് ഈ ചർച്ചയ്ക്ക് കാരണം. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റിൽ ഞാൻ അപലപിക്കുന്നു എന്നതിന് പകരം ഞാൻ കോണ്ടം എന്നാണ് പാക് പ്രധാനമന്ത്രി കുറിച്ചത്. ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ അപലപിക്കാൻ ഉദ്ദേശിച്ചുള്ള പോസ്റ്റ് വ്യാപകമായ ഓൺലൈൻ ചർച്ചകൾക്കും പ്രതികരണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഞാൻ കോണ്ടം ചെയ്യുന്നു എന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ പോസ്റ്റിൽ പറയുന്നത്. അതേസമയം പാക് പ്രധാനമന്ത്രിയെ പ്രഹസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. ഞാൻ കോണ്ടം ചെയ്തു എന്ന വാചകം ചിലർ ആവർത്തിച്ച് വീണ്ടും എഴുതി. അപമാനം മൂലം മുഖം പൊത്തേണ്ട നിമിഷമെന്നും ടൈപ്പ് ചെയ്തപ്പോൾ സംഭവിച്ച പിശകെന്നും ചിലർ പറയുന്നു. എന്നാൽ ഇത് അക്ഷരത്തെറ്റാണോ അതോ മനഃപൂർവ്വം വരുത്തിയ പിഴവാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും പാക് പ്രധാനമന്ത്രിയുടെ ഈ നാക്കുപിഴ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന പ്രധാനമന്ത്രിക്കാണോ ഇത്രയും വലിയൊരു അബദ്ധം പറ്റിയതെന്നൊക്കെയാണ് പലരും കമന്റുകളായി ചോദിക്കുന്നത്. കൂടാതെ യുദ്ധത്തിനിടയിൽ ഷോ കാണിക്കാൻ വന്ന പ്രധാനമന്ത്രിക്ക് അടിതെറ്റിയെന്നും പലരും പറയുന്നുണ്ട്. അതേസമയം ഈ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ പങ്കും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പാക് പ്രധാനമന്ത്രിക്ക് തന്നെ ഇത്തരം ഒരു അബദ്ധം പറ്റുന്നത്. ഞങ്ങൾക്ക് മേൽ ഇസ്രായേൽ അണുബോംബിട്ടാൽ ഇസ്രായേൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുമെന്ന് ഇറാൻ ജനറൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് പാകിസ്ഥാൻ നിഷേധിക്കുകയും ചെയ്തു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോഡിലെ ഉന്നത ഉദ്യോഗസ്ഥനും നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അംഗവുമായ ജനറൽ മൊഹ്സിൻ റസായിയാണ് പാക് പരാമർശം നടത്തിയത്. പാകിസ്ഥാൻ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും റസായി പറഞ്ഞു. ഇത്തരം നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നതിനിടയിലാണ് പാക് പ്രധാനമന്ത്രി ഇപ്പോൾ എയറിലായിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.